ഇന്നത്തെ തിരുവചനം പ്രഭാഷകൻ 31-ാം അധ്യായം. കർത്താവ് പറയുന്നു, വിരുന്നും വീഞ്ഞും. മഹാനായ ഒരുവനോട് കൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ആർത്തി കാണിക്കുകയും എത്ര വിഭവം സമൃദ്ധമെന്ന് പറയുകയും അരുത്. അത്യാഗ്രഹമുള്ള കണ്ണ് ദുഷിച്ചതാണെന്ന് ഓർക്കുക. കണ്ണിനേക്കാൾ കൊതിയുള്ളതായി സൃഷ്ടികളിൽ എന്താണുള്ളത്? അതുനിമിത്തം ഓരോ മുഖവും കണ്ണീർ വാർക്കുന്നു. കാണുന്നതിനെ ഒക്കെ കൈനീട്ടരുത്. ഭക്ഷണമേശയിൽ അയൽക്കാരനെ ഉന്തിമാറ്റരുത്. അയൽക്കാരൻ്റെ വികാരത്തെ വിധിക്കുന്നതിന് മുമ്പ് സ്വന്തം വികാരത്തെ കണക്കിലെടുക്കണം. ഓരോ സംഗതിയും ആലോചിച്ചു ചെയ്യുക. നിനക്കു വിളമ്പുന്നത് മനുഷ്യോചിതമായി ഭക്ഷിക്കുക. ആർത്തിയോടെ ചവച്ചാൽ അവജ്ഞാപാത്രമാകും. ആദ്യം ഭക്ഷിച്ചു നിർത്തുന്നതാണ് മര്യാദ. മതിവരായ്ക കാണിക്കുന്നത് നിന്ദയ്ക്കു കാരണമാകും. അനേകം പേരോട് കൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മുമ്പേ നീ ഭക്ഷിച്ചു തുടങ്ങരുത്. സംസ്കാരസമ്പന്നൻ അമിതമായി ഭക്ഷിക്കുന്നില്ല. അവന് ഉറക്കം അനായാസമാണ്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി.